നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടു. തീരുമാനം വീണ്ടും മാറ്റി PV അൻവർ. നിലമ്പൂരിൽ മത്സരിക്കുന്ന കാര്യം ആലോചനയിൽ. മത്സരിക്കാൻ സ്നേഹിക്കുന്നവരിൽ നിന്ന് സമ്മർദ്ദമെന്നും അൻവർ. തീരുമാനം 2 ദിവസത്തിനകം. അൻവറുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് UDF നേതൃത്വം. ആരോപണങ്ങളും വിമർശനങ്ങളും അവഗണിക്കാനും തീരുമാനം. നിലമ്പൂരിൽ UDF LDF സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ. ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. M സ്വരാജ് തിങ്കളാഴ്ച പത്രിക നൽകും. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 4 മരണം. വ്യാപക നാശനഷ്ടം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് നിരോധനം. വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 2ാമത്തെ ബോട്ടും കണ്ടെത്തി. എല്ലാവരും സുരക്ഷിതർ. നിലവിലെ തീരുമാനപ്രകാരം ജൂൺ 2-ന് തന്നെ സ്കൂൾ തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. കാലാവസ്ഥ നോക്കിയതിനു ശേഷം മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് തീയതിയിൽ മാറ്റം വേണോ എന്ന് തീരുമാനിക്കും. ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘത്തിന്റെ നയതന്ത്ര നീക്കം വിജയം കണ്ടു. പാക് ഭീകരർക്ക് അനുശോചനം രേഖപ്പെടുത്തിയ പ്രസ്താവന കൊളംബിയ പിൻവലിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമെന്ന് കൊളംബിയ. മാനേജർ വിപിനെ മർദ്ദിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് നടൻ ഉണ്ണി മുകുന്ദൻ. കെട്ടിച്ചമച്ച കഥയെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും വിശദീകരണം. വിപിനെതിരെ പല നടിമാരും ഫെഫ്കയിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും നടൻ. കൊല്ലം ഓച്ചിറയിൽ റെയിൽ പാളത്തിലെ നട്ടും ബോൾട്ടും ഇളക്കി മാറ്റിയ നിലയിൽ. സംഭവം കഴിഞ്ഞ ദിവസം രാത്രിയിൽ. ഒഴിവായത് വൻ ദുരന്തം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തീരുമാനം വീണ്ടും മാറ്റി PV അൻവർ. നിലമ്പൂരിൽ മത്സരിക്കുന്ന കാര്യം ആലോചനയിലെന്നും മത്സരിക്കാൻ സ്നേഹിക്കുന്നവരിൽ നിന്ന് സമ്മർദ്ദമെന്നും അൻവർ. 2 ദിവസത്തിനകം തീരുമാനമെടുക്കുമെന്ന് PV അൻവർ. അൻവറുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് UDF നേതൃത്വം. ആരോപണങ്ങളും വിമർശനങ്ങളും അവഗണിക്കാനും തീരുമാനം. ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിന്റെ റോഡ് ഷോ ഇപ്പോൾ നടക്കുകയാണ്. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, സ്വരാജിന്റെ റോഡ് ഷോ നടക്കുന്നു. UDF-ഉം LDF-ഉം മണ്ഡലത്തിൽ സജീവമായി. അപ്പോഴും അൻവർ സസ്പെൻസ് അവസാനിക്കുന്നില്ല. അത് തന്നെയാണ്. അൻവറിന്റെ ഉള്ളിൽ എന്താണെന്ന് ഇപ്പോഴും വളരെ കൃത്യമായി പുറത്തേക്ക് വന്നിട്ടില്ല. ഇന്നലെ രാവിലെ അൻവർ പറഞ്ഞത് UDF-ലേക്കില്ല, തൽക്കാലം മത്സരിക്കാനില്ല എന്നുള്ളതായിരുന്നു. തൽക്കാലം എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ അൻവറിന്റെ മനസ്സിലുണ്ട് എന്നുള്ളത് ഈ മണിക്കൂറുകൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം അൻവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യതയിലേക്ക് എത്തുന്നില്ല. അതിന് വരുന്ന മണിക്കൂറുകൾ മറുപടി പറയും. കാരണം അൻവർ പറയുന്നത് 2 ദിവസമുണ്ടല്ലോ മത്സരിക്കുന്നതിൻ്റെ ചോദ്യത്തെ അദ്ദേഹം പറയുന്ന മറുപടിയാണ്. സൗഹൃദങ്ങളുള്ളവർ, സ്നേഹമുള്ളവർ ചുറ്റിൽ നിന്ന് നിർബന്ധിക്കുന്നു എന്നുള്ള വാക്കാണ് അൻവർ ഉപയോഗിക്കുന്നത്. അതേസമയം തന്നെ അൻവർ രാവിലെ മത്സരിക്കാൻ ഇല്ല എന്നതിന് പ്രധാന കാരണമായി പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങളാണ്. 2 മുന്നണികളും കോടികളാണ് വാരിയെറിയുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ 2 മുന്നണികളും മത്സരിച്ച് ജയിക്കാവുന്നൊരു സാഹചര്യമല്ല ഉള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അൻവർ പിന്മാറുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയിലേക്കും തെരഞ്ഞെടുപ്പ് ചെലവുകളെല്ലാം തന്നെ വഹിക്കാം എന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ വന്നിരുന്നു. ഡെറിക് ഒബ്രയാൻ PV അൻവറുമായി ചർച്ച നടത്തിയിരിക്കുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിർണായക നീക്കങ്ങളിലേക്ക് അൻവർ കടക്കുന്നത്. ഈ വരുന്ന ദിവസം അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ആണ്, മറ്റന്നാളാണ്, തിങ്കളാഴ്ചയാണ് നിലവിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള അവസാന തീയതി. അതിനു മുൻപ് ഒരുപക്ഷെ നാളെ തന്നെ അൻവർ പത്രിക കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അൻവറിനോട് ചേർന്ന് നിൽക്കുന്ന ആരെങ്കിലും പത്രിക കൊടുക്കും. ഇങ്ങനെ ഏറ്റവും നിർണായക നീക്കങ്ങൾ നിലമ്പൂർ കേന്ദ്രീകരിച്ച് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. മറ്റു സ്ഥലത്ത് ഇരുമുന്നണികളും ഇടതുപക്ഷവും ഒപ്പം തന്നെ UDF-ഉം വളരെ കൃത്യമായി തന്നെ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് നിലമ്പൂരിനെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ കളത്തിലേക്ക് PV അൻവർ എന്ന മുൻ MLA, അതിൽ നിലമ്പൂരിന്റെ അധികായനായ MLA എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശരി,
കെ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ LDFും UDFും മണ്ഡലത്തിൽ സജീവമാകുമ്പോൾ PV അൻവർ മത്സരത്തിനുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ പ്രശാന്ത്. പ്രതിപക്ഷ നേതാവ് ചെയർമാനായിരിക്കുന്ന UDFിലേക്കില്ലെന്ന് നേരത്തെ PV അൻവർ വ്യക്തമാക്കിയിരുന്നു. തൽക്കാലം നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്നാണ് അൻവർ പറഞ്ഞത്. UDF പ്രവേശനത്തിന് തടസ്സം നിന്നത് VD സതീശനാണെന്നും അഹങ്കാരത്തിനും കൈയും കാലും വെച്ചാണ് പ്രതിപക്ഷ നേതാവ് പോകുന്നതെന്നും അൻവർ കുറ്റപ്പെടുത്തി. പിണറായിസത്തിന്റെ ഏറ്റവും വലിയ വക്താവാണ് M സ്വരാജ് എന്ന വിമർശനവും അൻവർ ഉയർത്തിയിരുന്നു. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് നിലമ്പൂരിൽ തന്റെ രാഷ്ട്രീയ നിലപാട് PV അൻവർ പങ്കുവച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ ഇന്നും കടുത്ത വിമർശനം ഉയർത്തിയ PV അൻവർ ഇനി UDFിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു. തന്റെ മുന്നണി പ്രവേശനത്തിന് തടസ്സം നിന്നത് പ്രതിപക്ഷ നേതാവാണ്. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാണ് പ്രതിപക്ഷ നേതാവ് പോകുന്നത്. തന്റെ പിന്തുണയില്ലാതെ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കില്ലെന്നും അൻവർ വ്യക്തമാക്കി. കൊന്ന് കൊല വിളിക്കാനാണ് തീരുമാനം, മനസ്സിലായില്ലേ? ഒരൊറ്റ വ്യക്തിയാണ്, ഒരൊറ്റ വ്യക്തി, അല്ലാതെ UDFിൻ്റെ ഒരു നേതാക്കന്മാർക്കും ഇതിലില്ല. ഈ പിണറായിസം തുടങ്ങി വെച്ചത് PV അൻവറാണ്. അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് വന്നത് എന്ന് ബഹുമാനപ്പെട്ട KC എയർപോർട്ടിൽ പറഞ്ഞ് ഞങ്ങൾ കേട്ടാണല്ലോ. അതൊന്നും മൂപ്പര് അംഗീകരിക്കില്ല. അപ്പോൾ ഞാൻ ഈ പോരാട്ടം ജനങ്ങളുടെ മുന്നിൽ തുടരും. പിണറായിസത്തിനെതിരെ നിലപാടെടുത്താണ് താൻ മുന്നണി വിട്ടത്. എന്നാൽ ആ തന്നെ പരാജയപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നത്. മറ്റു ചില ഏർപ്പാടുകളുള്ള UDFിലെ ആളുകളാണ് തന്റെ മുന്നണി പ്രവേശനം തടയുന്നതെന്നും അൻവർ ആരോപിക്കുന്നു. ജയസാധ്യതയുള്ള സീറ്റ് വേണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നു. നിലമ്പൂരിന് പകരം സീറ്റ് തരാമെന്ന് ലീഗ് പറഞ്ഞു. എന്നാൽ തനിക്ക് സീറ്റ് തരേണ്ടത് കോൺഗ്രസ് ആണ്. അതേസമയം സംസ്ഥാനത്തെ പിണറായിസത്തിന്റെ ഏറ്റവും വലിയ വക്താവാണ് സ്വരാജ് എന്നും അൻവർ കുറ്റപ്പെടുത്തി. എനിക്കൊരു സീറ്റ് പറ, ഒറ്റ സീറ്റ്, ബാക്കിയൊക്കെ വിട്, മറ്റേ ഘടകകക്ഷി വിട്, അസോസിയേറ്റെങ്കിൽ അസോസിയേറ്റ്. ഞാനത് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ, ഞാനതിന് മൂളാനല്ല പറഞ്ഞത്. നിങ്ങളൊരു സീറ്റ് പറയാമെന്ന് പറഞ്ഞു. ഇവരെന്താണ് ഇവരുടെ മനസ്സിലെന്നറിയണല്ലോ. മുമ്പ് റെഡിയായിരുന്നു, ഇപ്പം പറ എനിക്കേത് സീറ്റ് തരും. അമൃത ന്യൂസ്, മലപ്പുറം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച് MLA സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയ PV അൻവറിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് മുന്നണി രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. തന്റെ രാഷ്ട്രീയ ഭാവി എങ്ങോട്ടെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാകാത്ത അൻവർ നിലമ്പൂരിലെ മണ്ണിൽ കെട്ടടങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഒരിക്കൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനും കണ്ണിലുണ്ണിയും സൈബറിടങ്ങളിൽ സർക്കാരിനെ സംരക്ഷിക്കാൻ മുണ്ടുമടക്കി മുന്നിട്ടിറങ്ങിയിരുന്ന പോരാളി, പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ കോടികളുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് ഭരണമുന്നണിയുടെ കയ്യടി നേടി. ഒടുവിൽ സ്വന്തം പാളയത്തെ ഞെട്ടിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിക്കാൻ കാട്ടിയ ധൈര്യം, പാർട്ടിയിൽ തന്നെ ചിലരുടെ പിന്തുണയിൽ ആരോപണങ്ങൾ പരസ്യമാക്കിയ അൻവർ ഒടുവിൽ മുഖ്യമന്ത്രിയും തള്ളിപ്പറഞ്ഞതോടെ പിണറായിസത്തെ വെല്ലുവിളിച്ച് മുന്നണി ബന്ധം പൊട്ടിച്ച് പുറത്തേക്ക് കടന്നു. MLA സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയ അൻവർ പ്രതിപക്ഷ നേതാവിനോട് പരസ്യമായി മാപ്പ് പറഞ്ഞാണ് UDFിലേക്ക് ചേക്കേറാൻ ശ്രമം നടത്തിയത്. പക്ഷെ അൻവറിനെ ഇരു കൈയും നീട്ടി ഉടനടി അങ്ങ് സ്വീകരിക്കാൻ ഒരുക്കമല്ലാതിരുന്ന UDF തുടർ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. കാത്തിരുന്ന മടുത്ത അൻവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ആവനാഴിയിലെ ആയുധങ്ങൾ ഓരോന്നായി പുറത്തെടുത്തു. നിലമ്പൂരിലെ സുൽത്താൻ എന്ന അനുയായികൾ ആർത്തു വിളിക്കുമ്പോൾ ആവേശഭരിതനായ അൻവർ മണ്ഡലത്തിലെ തന്റെ സ്വാധീനം മുൻനിർത്തിയാണ് ഇരു മുന്നണികളെയും വെല്ലുവിളിച്ചത്. UDFിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനോട് ഏറ്റുമുട്ടാൻ തുടങ്ങിയതോടെ കരുനീക്കങ്ങൾ പിഴച്ചു. ഒരേ സമയം പിണറായിസത്തെയും സതീശനിസത്തെയും വെല്ലുവിളിക്കാൻ നിർബന്ധിതനായ അൻവർ നിർണായക ഘട്ടത്തിൽ തന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്തെന്നുപോലും മറക്കുകയാണ്. ഒറ്റയ്ക്ക് മത്സരിക്കാൻ തുനിഞ്ഞിറങ്ങി അവസാനം വരെയും UDFിനെ ഭീഷണിപ്പെടുത്തിയ അൻവർ CPM തുറുപ്പുചീട്ടിറക്കിയതോടെ നിലയില്ലാ കയത്തിൽപ്പെട്ടു. മുട്ടുമടക്കി UDFിലേക്കുമില്ല, മത്സരിക്കാൻ പണവുമില്ല എന്ന് പറയുന്ന അൻവർ ഇതുതന്നെയാണോ അവസാന നിലപാടെന്ന് വ്യക്തമാക്കുന്നുമില്ല. അൻവർ ഘടകം ഒരു പോറലും ഏൽപ്പിക്കില്ല എന്ന് ഇടതു വലതു മുന്നണികൾ ആത്മവിശ്വാസം കാട്ടുമ്പോഴും മുറിവേറ്റ മൂർഖനായ നിലമ്പൂർ സുൽത്താന്റെ തുടർ നീക്കങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യമേറുകയാണ്. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നോമിനേഷൻ നൽകി. ഉപവരണാധികാരി നിലമ്പൂർ തഹസിൽദാർ സിന്ധു MP-ക്ക് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നിലമ്പൂരിൽ നിന്ന് പ്രകടനമായാണ് താലൂക്ക് ഓഫീസിലേക്ക് എത്തിയത്. KPCC വൈസ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA, അബ്ദുൽ വഹാബ് MP തുടങ്ങിയ നേതാക്കളും സംഘത്തിലുണ്ടായിരുന്നു. UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് പത്രികാ സമർപ്പണത്തിനു ശേഷം ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചു.
സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ വിവിധ ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസവും ശക്തമായ മഴ തുടരും. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിലുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ കാറ്റുള്ള സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മധ്യകേരളത്തിൽ മഴ കനക്കുന്നു. കോട്ടയം നഗരത്തിന്റെ പല ഭാഗത്തും വെള്ളം കയറി. എല്ലാ ജില്ലകളിലും നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തനം ആരംഭിച്ചത്. കൊച്ചിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ എറണാകുളം ജില്ലയിൽ തുടരുന്ന മഴയ്ക്ക് നേരിയ ശമനം. ജില്ലയിലെ പല ഭാഗത്തും വെള്ളം കയറുന്നതിന്റെ ആശങ്കയിലാണ് ജനങ്ങൾ. തീരദേശ മേഖലകളിലടക്കം കടലേറ്റം രൂക്ഷമാകുന്ന സാഹചര്യവുമുണ്ട്. കോട്ടയം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നഗരത്തിന്റെ പല ഭാഗത്തും വെള്ളം കയറി. ഇവിടങ്ങളിലുള്ള നിരവധി കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറി. നിലവിൽ കോട്ടയം ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ക്യാമ്പുകളുടെ എണ്ണം 45ആയി. ആലപ്പുഴയിലും ശക്തമായ മഴയാണ് രേഖപ്പെടുത്തുന്നത്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പ്രം റോഡിൽ വെള്ളം കയറിയതിനാൽ KSRTC ബസ്സുകളുടെ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. ഹരിപ്പാട് കുരിയത്തറ കുന്നുഭാഗത്ത് ഇന്നലെ രാത്രിയിൽ മീൻ പിടിക്കാൻ പോയ യുവാവ് വള്ളം മറിഞ്ഞ് മുങ്ങി മരിച്ചു. ഹരിപ്പാട് സ്വദേശി സ്റ്റീവ് എന്നയാളാണ് മരണപ്പെട്ടത്. ഇടുക്കിയിലും ശക്തമായ മഴയാണ് രേഖപ്പെടുത്തുന്നത്. 14 ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. പത്തനംതിട്ടയിൽ മഴക്കെടുതി രൂക്ഷം. അപ്പർ കുട്ടനാട് ഉൾപ്പെടെ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി. 31 ക്യാമ്പുകളാണ് ഇതുവരെ തുറന്നത്. തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ടായതോടെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. പത്തനംതിട്ട അപ്പർ കുട്ടനാടൻ മേഖലയിൽ ഉൾപ്പെടുന്ന പെരിങ്ങര, നെടുമ്പ്രം, കടപ്ര, നിരണം എന്നീ പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിലാണ് വെള്ളപ്പൊക്കം വൻ ദുരിതം വിതച്ചിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ പ്രദേശങ്ങളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു തുടങ്ങിയിരുന്നു. മേഖലയിലെ ഏകദേശം 2000-ഓളം വീടുകൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട നിലയിലാണ്. തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ടായതോടെ ഗതാഗതം പൂർണ്ണമായും മുടങ്ങി. KSRTC അടക്കം ബസ് സർവീസുകൾ നിർത്തിവെച്ചു. നിലവിൽ അമ്പലപ്പുഴയിൽ നിന്ന് എടത്വ വരെയും തിരുവല്ലയിൽ നിന്ന് പൊടിയാടി വരെയുമാണ് KSRTC സർവീസ് നടത്തുന്നത്. നെടുമ്പ്രം അന്തിച്ചന്ത മുതൽ മണക്കാശുപത്രിപ്പടി വരെയുള്ള 1 കിലോമീറ്റർ ഭാഗത്ത് രൂപപ്പെട്ട വെള്ളക്കെട്ടും കുത്തൊഴുക്കുമാണ് ഗതാഗതം മുടങ്ങാൻ ഇടയാക്കിയത്. ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ പമ്പ, മണിമല എന്നീ നദികൾ ചേർന്നൊഴുകുന്ന ഭാഗത്തു നിന്നും റോഡിലേക്ക് വെള്ളം ഇരച്ചെത്തി തുടങ്ങിയിരുന്നു. മേഖലയിൽ വ്യാപകമായി കൃഷി നശിച്ചിട്ടുണ്ട്. വെള്ളം ഇറങ്ങിയതിനു ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച വ്യക്തമായ കണക്കെടുപ്പ് നടത്താൻ കഴിയൂ. ജില്ലയിൽ ഇതുവരെ 31 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നപ്പോൾ അതിൽ 19 എണ്ണവും തിരുവല്ലയിലാണ്. കോഴഞ്ചേരി താലൂക്കിൽ 6 ക്യാമ്പുകളും മല്ലപ്പള്ളിയിൽ 4-ഉം കോന്നിയിലും അടൂരും ഓരോ ക്യാമ്പ് വീതവും തുറന്നു. വനമേഖലയിൽ തുടരുന്ന മഴയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ ഇടയാക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. വടക്കൻ ജില്ലകളിൽ മഴയ്ക്ക് ശമനം. ഉച്ചയോടുകൂടിയാണ് ഒരാഴ്ചയായി പെയ്യുന്ന ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടായത്. കാസർഗോഡും കണ്ണൂരും ഓറഞ്ച് അലേർട്ടും, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ള പലരും വീടുകളിലേക്ക് മടങ്ങി. അതേസമയം കണ്ണൂർ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടും ദുരിതവും തുടരുകയാണ്. കണ്ണൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 70ഓളം കുടുംബങ്ങളെ ഇന്നലെ മാറ്റിപ്പാർപ്പിച്ചു. അതിനിടെ കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ വീണ് കാണാതായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. മുതിയങ്ങയിലെ വിനോദ് ഭവനിൽ നളിനിയുടെ മൃതദേഹമാണ് 2 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ വീടിനടുത്തുള്ള പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നത് ജൂൺ 2-ന് തന്നെയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇന്നത്തെയും നാളത്തെയും കാലാവസ്ഥ നോക്കിയതിനു ശേഷം മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് ദിവസത്തിൽ മാറ്റം വേണോ എന്ന കാര്യം തീരുമാനിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. 14,000 സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടായിട്ട് കാറ്റിൽ ഒരു സ്കൂൾ കെട്ടിടത്തിന് പോലും തകരാറുണ്ടായിട്ടില്ല. അടിസ്ഥാന വികസന സൗകര്യത്തിനു വേണ്ടി കഴിഞ്ഞ നാളുകളിൽ ചെലവഴിച്ച 5,000 കോടി രൂപ ഫലം കണ്ടതായും മന്ത്രി വ്യക്തമാക്കി.
മറ്റു വാർത്തകളിലേക്ക് വന്നാൽ മാനേജർ വിപിനെ മർദ്ദിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് നടൻ ഉണ്ണി മുകുന്ദൻ. കെട്ടിച്ചമച്ച കഥയെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും ഉണ്ണി മുകുന്ദൻ വിശദീകരിച്ചു. വിപിനെതിരെ പല നടിമാരും ഫെഫ്കയിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിപിനോട് ദേഷ്യത്തോടെയാണ് സംസാരിച്ചത്, പക്ഷേ ആക്രമിച്ചിട്ടില്ല. വിപിൻ കുമാറിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടിയാൽ സിനിമാഭിനയം നിർത്തും. നടൻ ടൊവിനോയുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവുമില്ല. തന്നെ തകർക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നതെന്നും ഉണ്ണി മുകുന്ദൻ ആരോപിച്ചു. കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ്. പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു. എന്നെ സംബന്ധിച്ച് നടന്ന കാര്യങ്ങൾ ഇതാണ്. ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു. ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആരാണ്, ചുമ്മാ നിങ്ങളുടെ മുന്നിലൊരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയുക ഏറ്റവും പ്രോമിനൻ്റ് ആയ ഹീറോയിൻസിൻ്റെ പേര് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും ഫെഫ്കയിലേക്കും ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഞാൻ ഇപ്പോഴും പറയാണ്, യു ക്യാൻ ക്രോസ് ചെക്ക് റൈറ്റ് നൗ. എൻ്റെ ഒറ്റ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇയാളെ തൊട്ടിട്ടില്ല. സംസാരം ഉണ്ടായിട്ടുണ്ട്. സംസാരം വളരെ ഇമോഷണലായിരുന്നു. ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. അവിടെ നിൽക്കുന്ന ആൾ പോലീസിൻ്റെ അടുത്ത് മൊഴിയും കൊടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരാളെ ജസ്റ്റ് മേ ബി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ആളായതുകൊണ്ടും പി ആർ ചെയ്യുന്ന ഒരു ആൾ, നിങ്ങളെല്ലാവരും പി ആർ ഏജൻസീസും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണോ ഇങ്ങനെ? ഞാൻ ഉണ്ണി മുകുന്ദൻ ഇങ്ങനൊരു വ്യക്തിയാണ്. ഞാൻ ഉണ്ണി മുകുന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം എന്താണ്? എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം ഞാൻ ആരോട് എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ എല്ലാവർക്കും, സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് വേറെ രീതിയിൽ വന്നു. ഞാനത് ഫേസ് ചെയ്തു. ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ കോടതിയിലും പോയിട്ടുണ്ട്, മീഡിയയുടെ മുന്നിൽ വന്നിട്ടുണ്ട്, ഓരോ ചോദ്യത്തിന് ഉത്തരം നിന്നിട്ടുണ്ട്. ഞാൻ എവിടെയാണ് ഓടിപ്പോയത്? എന്താണ് എൻ്റെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ? മുൻ മാനേജരെ മർദ്ദിച്ചെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദന്റെ മുൻകൂർ ജാമ്യ ഹർജി എറണാകുളം ജില്ലാ കോടതി തീർപ്പാക്കി. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നും പോലീസ് അറിയിച്ചു. പോലീസ് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ കേസിൽ ഗൂഢാലോചന ആരോപിച്ച് നടൻ ഉണ്ണി മുകുന്ദൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. ഡിജിപിക്കും ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിക്കുമാണ് നടൻ പരാതി നൽകിയത്. മുൻ മാനേജർ വിപിനാണ് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചുവെന്നാരോപിച്ച് പോലീസിൽ പരാതി നൽകിയത്. താൻ ആരെയും മർദ്ദിച്ചിട്ടില്ല എന്നും അപവാദ പ്രചരണം നടത്തിയപ്പോൾ ചോദ്യം ചെയ്യുകയാണുണ്ടായതെന്നും ഉണ്ണി മുകുന്ദൻ വിശദീകരിച്ചിരുന്നു. കൊല്ലം ഓച്ചിറയിൽ റെയിൽപാളത്തിൽ നിന്ന് നട്ടും ബോൾട്ടും ഇളക്കി മാറ്റി. അട്ടിമറി സാധ്യതയെന്ന് സൂചന. ഓച്ചിറ റെയിൽവേ സ്റ്റേഷനും വയനകം ക്രോസിനും ഇടയിലാണ് സംഭവം. ട്രെയിൻ വഴി തിരിച്ചുവിടാനുള്ള സംവിധാനത്തിന്റെ നട്ടും ബോൾട്ടുമാണ് കഴിഞ്ഞ ദിവസം രാത്രി 6 ഇളക്കി മാറ്റിയത്. സിഗ്നൽ സംവിധാനത്തിലൂടെ ഇത് മനസ്സിലാക്കി റെഡ് സിഗ്നൽ നൽകിയതുകൊണ്ട് ട്രെയിൻ നിർത്തുകയും വലിയൊരു അപകടം ഒഴിവാക്കുകയും ചെയ്തു. റെയിൽവേ അധികൃതർ എത്തി അപാകത പരിഹരിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്ക് ദുബായിൽ കുസാറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന നൽകിയ സ്വീകരണം വിവാദത്തിൽ. കോളേജ് അലൂമിനി സംഘടിപ്പിച്ച ഓർമ്മ ചുവടുകൾ എന്ന പരിപാടിയിലാണ് ഷാഹിദ് അഫ്രീദിയും ഒമർ ഗുലും അതിഥികളായി എത്തിയത്. ഈ മാസം 25-നാണ് പരിപാടി നടന്നത്. പ്രോഗ്രാം നടന്നത് ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലാണെന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പരിപാടിയുടെ ഭാഗമായി നടന്ന ചെണ്ടമേളം നിർത്തിവെച്ചാണ് അഫ്രീദിയെ സ്റ്റേജിലേക്ക് ആനയിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തെക്കുറിച്ചുമൊക്കെ പ്രകോപനപരവും ഇന്ത്യ വിരുദ്ധവുമായ പ്രസ്താവനകൾ അഫ്രീദി നടത്തിയിരുന്നു. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ പ്രമുഖ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇങ്ങനെയൊരു പരിപാടി നടത്തിയത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഒരു പക്ഷം പറയുന്നത്. പരിപാടിയുടെ സംഘാടകർക്കെതിരെ നടപടികളും അന്വേഷണവും നടക്കണമെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയരുന്ന ആവശ്യം. അതിനിടെ കുസാറ്റ് കോളേജ് അലുമിനിയുടേത് എന്ന പേരിൽ ഇത് സംബന്ധിച്ച ഒരു വിശദീകരണക്കുറിപ്പ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മറ്റൊരു പരിപാടിക്കായി അതേ സ്ഥലത്തെത്തിയ പാക് ക്രിക്കറ്റേഴ്സ് അപ്രതീക്ഷിതമായി പരിപാടിയിലേക്ക് കടന്നു വരികയായിരുന്നു എന്നാണ് അതിൽ പറയുന്നത്. സംഘാടകർ ക്ഷണിക്കുകയോ നിശ്ചയിച്ച കാര്യക്രമത്തിൽ ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നും കുസാറ്റ് അലുമിനിയായ കുബ UAE വിശദീകരിക്കുന്നു. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും മാപ്പ് ചോദിക്കുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാതെയാണ് പരിപാടിയുടെ വേദി ഉൾപ്പെടെ തെരഞ്ഞെടുത്തത് എന്നത് വ്യക്തമാണ്. അഫ്രീദിക്ക് മലയാളി സംഘടന സ്വീകരണം നൽകിയെന്ന തലക്കെട്ടോടെ പാക് മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും വീഡിയോ ദൃശ്യങ്ങൾ സഹിതം പ്രചരിപ്പിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
കോഴിക്കോട് കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണവുമായി UDF. അഴിമതിക്കാരെയും കൊള്ളക്കാരെയും തൂത്തെറിയുക എന്ന മുദ്രാവാക്യമുയർത്തി UDF കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉപരോധം ഉദ്ഘാടനം ചെയ്തു. അതേസമയം UDFന്റെ ആരോപണത്തിൽ കഴമ്പില്ലെന്നാണ് കോർപ്പറേഷൻ ഭരണസമിതിയുടെ വാദം. കോർപ്പറേഷന്റെ കെട്ടിട നവീകരണത്തിൽ അഴിമതി നടന്നെന്നാണ് UDFന്റെ പ്രധാന ആരോപണം. 19 കോടി നവീകരണ പ്രവർത്തനങ്ങൾക്ക് ചിലവായി എന്നുള്ളത് വിശ്വസനീയമല്ലെന്നാരോപിച്ച UDF അഴിമതിക്കാരെയും കൊള്ളക്കാരെയും തൂത്തെറിയുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ചത്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച ഉപരോധം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. അഴിമതിയുടെ കാര്യത്തിൽ കേരളത്തിൽ ഒന്നാമത് കോഴിക്കോട് കോർപ്പറേഷനാണെന്നും കോർപ്പറേഷനിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ തിരഞ്ഞെത്തിയതുപോലെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും തിരഞ്ഞ് വിജിലൻസ് ഉടൻ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കോഴിക്കോട് കോർപ്പറേഷൻ നടക്കുന്ന ഗുരുതരമായ അഴിമതിയുടെ ഒരറ്റം മാത്രമാണ് ദിലീപ് കുമാർ എന്ന സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിജിലൻസ് അന്വേഷണം മുഴുവൻ. മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള ആളുകളുടെ പേരിൽ വിജിലൻസ് അന്വേഷണം വൈകാതെ വരുമെന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം UDF പ്രവർത്തകരുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്നും UDFന്റെ സമരം ആഭാസമായിരുന്നുവെന്നും കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് പറഞ്ഞു. വളരെ മോശമായി പോയി കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഈ സമരാഭാസം. ചില ബോധപൂർവമായി അക്രമം അഴിച്ചുവിടണമെന്ന് ഉദ്ദേശിക്കുന്ന ചില ഗുണ്ടകൾ ഇന്ന് സമരത്തിൽ നേരത്തെ തന്നെ നിലയുറപ്പിച്ചു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ നേതൃത്വത്തിലുള്ള ബോധപൂർവമായ ആക്രമണമാണ് കോഫി ഹൗസിന് നേരെ ഉണ്ടായിട്ടുള്ളത്, ജീവനക്കാർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്, ജനപ്രതിനിധികളെ തടഞ്ഞത്. ഓഫീസിലെത്തിയ ഉദ്യോഗസ്ഥരെ ഗേറ്റുകൾക്ക് മുമ്പിൽ പ്രവർത്തകർ തടഞ്ഞിരുന്നു. കോഫി ഹൗസിലൂടെ ഉദ്യോഗസ്ഥർ ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച പ്രവർത്തകർ കോഫി ഹൗസിന് മുമ്പിലും പ്രതിഷേധിച്ചു. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് ഉൾപ്പെടെയുള്ളവർ ഉപരോധത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂർ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൊബൈൽ മോഷണം. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ രാത്രിയിൽ കിടന്നുറങ്ങിയ സ്ത്രീകളുടെ കൈവശമുള്ള 3 മൊബൈൽ ഫോണുകൾ മോഷണം പോയി. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്ന് പുലർച്ചെ 1:20 സംഭവം. ചാവക്കാട് സ്വദേശിനിയുടെ കൈവശമുണ്ടായിരുന്ന 2 മൊബൈൽ ഫോണുകളും ഹാളിൽ കിടന്ന മറ്റൊരു സ്ത്രീയുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകളുമാണ് മോഷണം പോയത്. തെരഞ്ഞെടുപ്പ് വരുന്നത് ശല്യം പോലെയാണ് തനിക്ക് തോന്നാറുള്ളതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഈർക്കിലി പാർട്ടികൾ കൂടിയതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ എണ്ണവും കൂടി. പിരിവ് കൃത്യമായി കൊടുത്തില്ലെങ്കിൽ മുറുക്കാൻ കടക്കാരന് പോലും ഭീഷണിയാണ്. അതുകൊണ്ട് രാജ്യം മുഴുവൻ ഒറ്റ തെരഞ്ഞെടുപ്പാക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ തൃശൂരിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇലക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ശല്യം വരുന്നത് പോലെയാണ് ഒരു പൗരനെന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ ബുദ്ധിമുട്ടാണ്. ഉച്ചഭാഷണികളുടെ അതിപ്രസരം, സ്ഥാനാർത്ഥികൾ, അതും ഈർക്കിലി പാർട്ടികളുടെ എണ്ണം കൂടിപ്പോയത് കൊണ്ടും മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ സ്വതന്ത്ര ശ്രേണിയിൽപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാം കൂടെ ഈ വീടുകൾ കയറി ഇറങ്ങുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 50-55 ദിവസമാണ് നമുക്ക് പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കപ്പെട്ടത്. ഇതിൻ്റെ എല്ലാം ചെലവ് ഈ പറയുന്ന 12 പോയിന്റുകളിൽ ഇത് വലിയൊരു ധൂർത്ത്, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാനുള്ള സമയവും പണവും ഒക്കെ ദുർവ്യയം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഡിസ്കഷനിൽ പോയിന്റ്സ് ഒക്കെ ഒരു സൈഡിലുണ്ട്. അല്ലെങ്കിൽ പ്രധാന ഒരു സ്ട്രീം അത് തന്നെ, സ്ട്രീം ഓഫ് തോട്ട്സ്. പക്ഷേ പ്രായോഗികമായി നമുക്കിത് എത്രമാത്രമാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. 55-57 ദിവസമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. എൻ്റെ ഒരു അഭിപ്രായം, ഒരു സോണിന് ഇലക്ഷൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ കൃത്യം പോളിംഗ് ദിവസത്തിന് 17 ദിവസം മുമ്പ്, അതായത് 15 ദിവസത്തിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള പ്രചരണത്തിൻ്റെ അവസരം കൊടുക്കരുതെന്നാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന. അത് ഞാൻ എൻ്റെ റിപ്പോർട്ടിൽ ഞാൻ രേഖപ്പെടുത്തി. കാസർഗോഡ് തൃക്കരിപ്പൂർ മാണിയാട്ട് വീടിന്റെ വാതിൽ തകർത്ത് 22 പവൻ സ്വർണ്ണാഭരണം കവർച്ച ചെയ്തു. മാണിയാട്ട് ബാങ്കിന് സമീപത്തെ K സിദ്ദീഖിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട് പൂട്ടി കുടുംബാംഗങ്ങൾ ഷോപ്പിങ്ങിന് പോയി തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നത്. ശ്രദ്ധയിൽപ്പെട്ടത് 15 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ നഷ്ടമായി. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ചന്തേര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി പരിശോധനകൾ നടത്തി.
പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ആൾ മരിച്ചു. ചീരക്കടവ് സ്വദേശി മല്ലനാണ് മരിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ നെഞ്ചിനും വാരിയലിനും പരിക്കേറ്റിരുന്നു. ഇന്നലെ ചീരക്കടവ് വനമേഖലയിൽ വെച്ചാണ് മല്ലനെ കാട്ടാന ആക്രമിച്ചത്. അതിനിടെ കഞ്ചിക്കോട്ടെ കാട്ടാനയെ തുരത്തി. ജനവാസ പ്രദേശത്ത് 2 ആഴ്ചയായി ആന തമ്പടിക്കുകയായിരുന്നു. ഇന്നലെ മുതൽ ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പമെന്ന് കൊളംബിയ. പാക് ഭീകരർക്ക് അനുശോചനം രേഖപ്പെടുത്തിയ പ്രസ്താവന കൊളംബിയ പിൻവലിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് വിശദീകരിക്കാനെത്തിയ ശശി തരൂർ അടങ്ങിയ സംഘത്തിന്റെ വിശദീകരണത്തിന് ശേഷമാണ് കൊളംബിയ നിലപാട് മാറ്റിയത്. പാകിസ്ഥാന്റെ ഭീകരതാവളങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് പിന്നാലെ പാകിസ്ഥാനിൽ മരിച്ചവർക്ക് അനുശോചനം അറിയിച്ച് കൊളംബിയ പ്രസ്താവന ഇറക്കിയിരുന്നു. എന്നാൽ ഇതിൽ ഇന്ത്യയുടെ പ്രതിഷേധവും നിരാശയും കോൺഗ്രസ് MP ശശി തരൂർ നയിക്കുന്ന പ്രതിനിധി സംഘം കൃത്യമായി കൊളംബിയയെ അറിയിച്ചു. പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ചും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇന്ത്യൻ സംഘം വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ചും സംഘം വിശദീകരിച്ചു. പാകിസ്ഥാനിൽ മരിച്ച ഭീകരരുടെ സംസ്കാരം അടക്കം ചൂണ്ടിക്കാണിച്ചാണ് കൊളംബിയൻ പ്രതിനിധികളോട് സംഘം കാര്യങ്ങൾ വിശദീകരിച്ചത്. പാകിസ്ഥാനിലെ മുതിർന്ന സൈനിക പോലീസ് ഉദ്യോഗസ്ഥർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുവെന്ന് സംഘത്തലവൻ ശശി തരൂർ വ്യക്തമാക്കി. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ധനസഹായവും പരിശീലനവും ആയുധവും നൽകുന്നുവെന്നും അവർക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നുവെന്നും ഇന്ത്യൻ സംഘം വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് കൊളംബിയ നിലപാട് മാറ്റിയത്. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ലഭിച്ച വിശദീകരണങ്ങളിൽ തങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് കൊളംബിയ ഉപവിദേശകാര്യമന്ത്രി റോസ യോലൻഡ അറിയിച്ചു. കശ്മീരിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചും അവിടുത്തെ യഥാർത്ഥ സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ ഇപ്പോൾ മനസ്സിലായെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള ചർച്ച തുടരുമെന്നും കൊളംബിയ അറിയിച്ചു. We had to respond and we're very grateful that you have shown such understanding for our concerns. There is no equivalence possible between terrorists on the one hand and innocent civilians on the other. നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് കൊളംബിയൻ അധികൃതർക്ക് കൃത്യമായ ചിത്രം ലഭിച്ചിട്ടുണ്ടെന്നും അതിൽ സന്തോഷമുണ്ടെന്നും ശശി തരൂരും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ടിപ്പു സുൽത്താന്റെ കോട്ടയെന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് പാലക്കാട് കോട്ടയാണ്. എന്നാൽ ചരിത്ര താളുകളിൽ ഇടം പിടിച്ചിട്ട് പോലും ആരും അറിയാതെ പോയ ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ച കോട്ടയുണ്ട് കോഴിക്കോട്. ടിപ്പുവിന്റെ പടയോട്ട കാലത്തെ അവശേഷിപ്പായ ഫറോക്കിലെ കോട്ട നാശത്തിന്റെ വക്കിലാണ്. സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ ഫറൂഖ് കോട്ടയെ ടൂറിസം മേഖലയാക്കി മാറ്റാൻ കഴിയുമായിരുന്നുവെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ റീജിയണൽ ഡയറക്ടർ KK മുഹമ്മദ് പറഞ്ഞു. യുദ്ധത്തിന് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ അറബിക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന തന്ത്രപ്രധാനമായ കുന്നിൻ പ്രദേശത്ത് ടിപ്പു പണികഴിപ്പിച്ചതാണ് ഫറോക്കിലെ കോട്ട. പടവുകളും രഹസ്യ തുരങ്കങ്ങളോടും കൂടിയ ഇരട്ടക്കിണർ, വെടിമരുന്നും യുദ്ധക്കോപ്പുകളും നിർമ്മിക്കാനുള്ള മരുന്നറ എന്നിവയും ഇതിന്റെ സവിശേഷതയാണ്. പിന്നീട് ടിപ്പുവിന്റെ കോട്ട ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി. കോട്ടയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ പിന്നീട് സ്വകാര്യ വ്യക്തികളിലേക്കും കൈമാറ്റപ്പെട്ടു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ കേരളം സന്ദർശിച്ചപ്പോൾ കോട്ടയെക്കുറിച്ച് അന്വേഷിച്ചത് വാർത്തയായതോടെയാണ് ഇക്കാര്യം ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോഴേക്കും കോട്ടയുടെ പല ഭാഗങ്ങളും കാലം കവർന്നെടുത്തിരുന്നു. കോട്ടയുടെ ചരിത്ര പ്രാധാന്യം തിരിച്ചറിഞ്ഞ പ്രദേശവാസികൾ കോട്ട സംരക്ഷണ സമിതി രൂപീകരിച്ച് പരാതികൾ നൽകിയതോടെയാണ് കോട്ട സംരക്ഷിത സ്മാരകമായി സർക്കാർ പ്രഖ്യാപിച്ചത്. 5 വർഷത്തോളം എടുത്ത പഠനത്തിൽ ഫറോക്കിലേത് ലക്ഷണമൊത്ത കോട്ടയെന്ന പുരാവസ്തു വകുപ്പിന്റെ ശാസ്ത്രീയ സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. ചരിത്ര രേഖകളിൽ പറയുന്ന ടിപ്പു അച്ചടിച്ച നാണയവും അതിനായി ഉപയോഗിച്ച കമ്മട്ടവും കണ്ടെത്തി. ചരിത്ര പ്രാധാന്യമുള്ള ചെറിയ സ്ഥലങ്ങൾ പോലും അതിമനോഹരമായി സൂക്ഷിക്കുന്ന യൂറോപ്പിലെ സംസ്കാരം ഇതുവരെയും ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ലെന്നും ടൂറിസം രംഗത്ത് അനന്ത സാധ്യതകളുള്ള സ്ഥലമാണ് ഫറൂഖ് കോട്ടയെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ റീജിയണൽ ഡയറക്ടർ KK മുഹമ്മദ് പറഞ്ഞു. നമ്മൾ യൂറോപ്പിലൊക്കെ പോകുന്ന അവസരത്തിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളായിരിക്കും, പക്ഷെ അത് വളരെ അതിമനോഹരമായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ആദ്യം ഇത് അവിടെ എത്തിയാൽ അവിടെ വലിയ കോട്ടയായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കും. പക്ഷെ അവിടെ പോകുമ്പോൾ വളരെ ചെറുതായിരിക്കും. പക്ഷെ അത് എങ്ങനെ സംരക്ഷിക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് അത് വില കൊടുക്കുന്നത്. അപ്പോൾ ആ കൾച്ചർ ഇന്ന് ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല. കാരണം അവിടെ ചെറിയ സ്ഥലങ്ങളാണെങ്കിലും
അത് വളരെ മനോഹരമായി സൂക്ഷിക്കുകയും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ചരിത്ര പ്രാധാന്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ ഗൈഡുമാരുണ്ടായിരിക്കും, അതിൻ്റെ സംരക്ഷകരുണ്ടായിരിക്കും. അപ്പോൾ അത് മുഴുവൻ അവരൊരു പ്രൊഡക്റ്റായിട്ട്, ടൂറിസം പ്രൊഡക്റ്റായിട്ട് അവർക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. ആ ടൂറിസം പ്രൊഡക്റ്റായിട്ട് മാറ്റാൻ കഴിയുന്നതോടുകൂടി ജനങ്ങൾ ധാരാളം വരും. അതിനൊക്കെയുള്ള ധാരാളം സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഫറോക്ക് കോട്ടയുടെ അവശിഷ്ടങ്ങളും അതിൻ്റെ ഭാഗങ്ങളും. ചരിത്രം വരും തലമുറയിലേക്ക് കൂടി പകർന്നു നൽകാൻ ടിപ്പു കോട്ട സംരക്ഷിക്കപ്പെടണമെന്ന് കോട്ട സംരക്ഷണ സമിതി കൺവീനർ ജയശങ്കർ കിളിയങ്കണ്ടി പറഞ്ഞു. ചരിത്രത്തെ ഓർമ്മിക്കാൻ, ചരിത്രത്തെ അടയാളപ്പെടുത്താൻ, ചരിത്രത്തെ വരും തലമുറക്ക് കാത്തുവെക്കാൻ എന്തുകൊണ്ടോ വിമുഖത കാട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഞങ്ങളെന്തായാലും തളരാൻ പോകുന്നില്ല. ഇതെന്തായാലും കൃത്യമായ നല്ലൊരു പൈതൃകമായിട്ട് കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളുടെ പരമാവധി ഏതറ്റം വരെയും പോകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. കോട്ടപ്രദേശം കാടുപിടിച്ച് കിടക്കുകയാണെന്നും ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയെന്നും ആക്ടിവിസ്റ്റ് കെ ജീവാനന്ദൻ പ്രതികരിച്ചു. ഇത് കാണാനായിട്ട് പല ഭാഗത്തു നിന്നും സ്കൂളിൽ നിന്നും കുട്ടികൾ വരാറുണ്ട്. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ടുള്ള ഭീതിയിലാണ്. കാരണം ഈ ലഹരി മാഫിയ പല ഭാഗങ്ങളിലും ഉള്ളതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഈ ഭാഗത്തേക്ക് വിടാതെ നിൽക്കുകയാണ് വിദ്യാർത്ഥികളെ. അപ്പോൾ എന്തുകൊണ്ടും ഈ പ്രദേശം, ഈ ടിപ്പുകോട്ട നിൽക്കുന്ന പ്രദേശം എന്തുകൊണ്ടും അത് സംരക്ഷണം ആവശ്യമാണ്. മലബാറിന് മുതൽക്കൂട്ടാകേണ്ട ഫറോക്കിലെ ടിപ്പുകോട്ട പൈതൃക സ്വത്തായി നിലനിർത്തണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് സംരക്ഷണ സമിതി. അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.